بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മയ്യത്തിനു വേണ്ടി ഖുർആൻ പാരായണം ചെയ്താൽ പ്രയോജനം ലഭിക്കുമോ എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചു വന്നത്. ഹദീസുകളിലൂടെയും ആയത്തിൻ്റെ ആശയത്തിലൂടെയും ഇമാമിങ്ങളുടെ അഭിപ്രായത്തിലൂടെയും നാം വിശകലനം ചെയ്തു. ഫിഖ്ഹിൻ്റെ കിതാബുകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇനിയും ധാരാളം തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയും. യുഖ്റഉ ഐ ഷൈഅൻ, അല്പം ഖുർആൻ പാരായണം ചെയ്യണം. വയുഹ്ദി സവാബഹു ലിൽ മയ്യിത്തി വഹദഹു, ആ ഖുർആൻ പാരായണം ചെയ്തതിനെ, അതിൻ്റെ പ്രതിഫലത്തെ മയ്യിത്തിന് വേണ്ടി മാത്രം ഹദിയ ചെയ്യണം. ഔ മഅ അഹ്ലിൽ ജുബ്ബാനത്തി, അല്ലെങ്കിൽ ശ്മശാനത്തിലുള്ളവരോടൊപ്പം ഈ മയ്യിത്തിനു വേണ്ടിയും ആ പാരായണം ചെയ്ത ഖുർആനിൻ്റെ പ്രതിഫലത്തെ ഹദിയ ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യണം, അതിൻ്റെ പ്രതിഫലത്തെ മയ്യിത്തിനു വേണ്ടി മാത്രമോ അല്ലെങ്കിൽ ഖബറാളികളോടൊപ്പം, ശ്മശാനത്തിലുള്ളവരോടൊപ്പം അവർക്കും ഈ മയ്യിത്തിനും വേണ്ടി ഹദിയ ചെയ്യണം. വയദുഉ, എന്നിട്ട് ദുആ ചെയ്യണം. അഖിബ ഖിറാഅത്തിഹി, ഖുർആൻ പാരായണം ചെയ്ത ഉടനെ. വദ്ദുആഉ, ഈ പ്രാർത്ഥന യൻഫഉൽ മയ്യിത്ത, മയ്യിത്തിന് പ്രയോജനം ചെയ്യും. വഹുവ അഖിബൽ ഖിറാഅത്തി, ഈ പ്രാർത്ഥന തന്നെ ഖിറാഅത്തിൻ്റെ ഉടനെ ആണെങ്കിൽ അഖ്റബു ഇലൽ ഇജാബ, അത് പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് ഏറ്റവും അടുത്തതാണ്. അപ്പം സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതാണ് ഖിറാഅത്തിൻ്റെ ഉടനെ പ്രാർത്ഥിക്കുക, പാരായണത്തിൻ്റെ ഉടനെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇത് മഹല്ലി എന്ന ഗ്രന്ഥത്തിലും അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ കല്യൂബിയിലും ഒക്കെ കാണാൻ കഴിയും. 1-ാം വാള്യം 351 പേജിൽ. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക, അതിൻ്റെ പ്രതിഫലത്തെ ഹദിയ ചെയ്യുക, ഉടനെ തന്നെ ദുആ ചെയ്യുക. ഫഖാല ശിഹാബുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ശിഹാബുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതേ ആശയം തന്നെ. യുഖ്റഉ, ഓതണം. വയദുഉ, ദുആ ചെയ്യണം. അഖബ ഖിറാഅത്തിഹി, ഖുർആൻ പാരായണം ചെയ്ത ഉടനെ. വദുആഉ യൻഫഉൽ മയ്യിത്ത, ദുആ പ്രാർത്ഥന മയ്യിത്തിന് പ്രയോജനം ചെയ്യും. വഹുവ അഖബൽ ഖിറാഅത്തി അഖ്റബു ഇലൽ ഇജാബ, പ്രാർത്ഥന പാരായണത്തിൻ്റെ ഉടനെയാണെങ്കിൽ അത് പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും അടുത്തതാണ്, സാധ്യത കൂടുതലാണ്. ഇത് നിഹായ 3-ാം വാള്യത്തിൽ 37-ാം പേജിൽ കാണാൻ കഴിയും. മഹല്ലിയ കല്യൂബിൽ, അതുപോലെ നിഹായയിൽ. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ മജ്മൂഅ് 5-ാം വാള്യം 294-ാം പേജിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞു. എന്താ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? വയുസ്തഹബ്ബു അൻ യുഖ്റഅ ഇൻദഹു ശൈഉൻ മിനൽ ഖുർആനി, മയ്യിത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കൽ ഖുർആനിൽ നിന്ന് അല്പം ഓതൽ മുസ്തഹബ്ബാണ്, സുന്നത്താണ്. ഖുർആൻ പരിപൂർണമായി ഓതുകയാണെങ്കിലോ മയ്യിത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കൽ കാന ഹസന, അത് ഏറ്റവും നല്ലതാണ് എന്ന് ഷാഫിഈ റളിയല്ലാഹു തആല പറഞ്ഞതായി മജ്മൂഅ 5-ാം വാള്യത്തിൽ ഉള്ള കാര്യം നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. ഇതേപോലെ തന്നെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹുൽ മുഹദ്ദബ് 5-ാം വാള്യത്തിൽ 29-ാം പേജിലും പറഞ്ഞു.
ഇപ്പം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണത്തിന് എതിരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിമർശിക്കുന്നവരുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണത്തെ വിമർശിക്കുന്നവരുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല പറഞ്ഞത്, ഖബറിൻ്റെ അടുക്കൽ സാധ്യമാകുന്ന അത്രയും ഖുർആൻ പാരായണം നടത്തുകയും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം എന്നാണ്. ഇത് ഫതാവൽ കുബ്ര 2-ാം വള്ളത്തിൽ 27-ാം പേജിൽ കാണാൻ കഴിയും. സാധ്യമാകുന്ന അത്രയും മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണം, അത് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. ഖുർആൻ പാരായണത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല എങ്കിൽ മഹാനായ ഷാഫി റളിയല്ലാഹു തആല ഇങ്ങനെ പറയില്ലല്ലോ. പ്രയോജനം കിട്ടുന്നതുകൊണ്ടല്ലേ, പ്രതിഫലം മയ്യത്തിന് കിട്ടും. അതുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രകാരം പറഞ്ഞത്. പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് പറയപ്പെട്ടതോ, അതിൻ്റെ കാരണം ഒന്ന്, മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് പാരായണം ചെയ്യാത്തപ്പോഴാണ്. മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് പാരായണം ചെയ്തില്ല എങ്കിൽ പ്രതിഫലം ലഭിക്കുകയില്ല, അകലെയാണെങ്കിൽ. അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് ശേഷം ആ പാരായണത്തിൻ്റെ പ്രതിഫലം മയ്യത്തിന് ഹദിയ ചെയ്ത് ദുആ ചെയ്യാത്തപ്പോഴാണ്. ഒന്നുകിൽ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് പാരായണം ചെയ്തില്ലെങ്കിൽ മയ്യത്തിന് പ്രതിഫലം കിട്ടൂല. അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തു, അതിൻ്റെ പ്രതിഫലം മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്തില്ല. ഈ സന്ദർഭത്തിലാണ് മയ്യത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇത് തുഹഫ 7-ാം വള്ളത്തിൽ 74-ാം പേജിൽ കാണാം. ഈ രണ്ട് നിബന്ധനകൾ പാലിച്ച് മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എതിർത്തിട്ടില്ല, ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് അത് ഖുർആൻ പാരായണം സുന്നത്താണ് എന്ന് ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കൾ പറയാൻ കാരണം. ഇതേ അഭിപ്രായം തന്നെയാണ് ഹനഫി, മാലിക്കി, ഹംബലി ഈ 3 മദ്ഹബുകളുടെയും നിലപാട്. ഹനഫി മദ്ഹബിന്റെ കിതാബിൽ കാണാം, വതുക്റഹു ഖിറാഅത്തുൽ ഖുർആനി ഇൻദഹു, മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യൽ കറാഹത്താണ്, ഹത്താ യുഹ്സല, മയ്യത്തിനെ കുളിപ്പിക്കപ്പെടുന്നത് വരെ. ഹനഫി മദ്ഹബിലെ പ്രബലാഭിപ്രായമാണ്, മയ്യത്തിനെ കുളിപ്പിക്കുന്നത് വരെ മയ്യത്തിനടുക്കൽ ഖുർആൻ പാരായണം ചെയ്യൽ കറാഹത്താണ്. കുളിപ്പിച്ചതിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യൽ ജായിസാണ്. കുളിപ്പിക്കുന്നതിന് മുമ്പ് കറാഹത്താണ് എന്ന് പറയാൻ കാരണം എന്താ? മരണത്തോടുകൂടെ ഈ മയ്യത്ത് നജസാകുന്നത് കൊണ്ടാണ് ഈ മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് കുളിപ്പിക്കുന്നതിന് മുമ്പ് ഓതാൻ പാടില്ല, കറാഹത്താണെന്ന് പറയാൻ കാരണം. അപ്പം ഈ നജസ്, അത് മലിനമാകൽ കുളിപ്പിക്കൽ കൊണ്ട് നീങ്ങിപ്പോകും, അപ്പോൾ കറാഹത്ത് ഒഴിവാകും. അപ്പം നജസായ ആൾക്കും അയാളുടെ ഇരുന്നും ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ ഖുർആനിനോടുള്ള അനാദരവായതുകൊണ്ട്, നജസായ ആൾ ഖുർആൻ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ നജസിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, അത് ഖുർആൻ പാരായണത്തോടുള്ള അനാദരവാണ്. അതുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് മയ്യത്തിനടുക്കൽ കറാഹത്താണെന്ന് പറയാൻ കാരണം, ഖുർആൻ പാരായണം കറാഹത്താണെന്ന് പറയാൻ കാരണം. എന്നാൽ ഓതുന്നവർ മയ്യത്തിൽ നിന്ന് അല്പം അകലെ ഇരുന്നു കൊണ്ട് ഓതിയാൽ, മയ്യത്തിൽ നിന്നും അല്പം അകലെ മാറിയിരുന്നു കൊണ്ട് ഓതിയാൽ, അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു തുണി കൊണ്ട്, ശുദ്ധിയായ ഒരു തുണി കൊണ്ട് മയ്യത്തിൻ്റെ ശരീരത്തെ മുഴുവൻ മൂടിയതിനു ശേഷം ഓതിയാൽ, ശബ്ദമുയർത്താതെ പതുക്കെ കുളിപ്പിക്കുന്നതിന് മുമ്പ് മയ്യത്തിനടുക്കൽ ഖുർആൻ പാരായണം ചെയ്യാമെന്ന് ഹനഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതരിൽ ചിലർ അഭിപ്രായപ്പെട്ടതായി റദ്ദുൽ മുഖ്താർ 1-ാം വാള്യം 571-ാം പേജിലും മറ്റും കാണാൻ കഴിയും. അപ്പോൾ ഹനഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് മയ്യത്തിനടുക്കൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യൽ കറാഹത്ത്. എന്നാൽ കുളിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ ആ കറാഹത്ത് നീങ്ങും. കറാഹത്ത് ആണെന്ന് പറയാൻ കാരണം, വ്യക്തി മരിക്കുന്നതോടുകൂടെ നജസായിത്തീരുന്നു,
അപ്പം നജസായ വ്യക്തിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യൽ കറാഹത്താകും. അത് മയ്യത്തിനെടുക്കൽ നിന്നല്ല, ഏത് നജസിന്റെ അടുക്കൽ വെച്ചാണെങ്കിലും അപ്രകാരം തന്നെയാണെന്ന് ഇറദുൽ മുഹ്താറിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഷാഫി മദ്ഹബിലെയും അതുപോലെ ഹനഫി മദ്ഹബിലെയും എല്ലാം വിവരം. അപ്പം മദ്ഹബുകളുടെ അടുക്കൽ മയ്യത്തിനടുക്കൽ ഖുർആൻ പാരായണം ചെയ്യാം. ഹനഫി മദ്ഹബിൽ കറാഹത്താണെന്ന് പറഞ്ഞതിന് അതിനുള്ള മറുപടിയും കിതാബുകളിൽ നിന്ന് തന്നെ നാം പറയുകയും ചെയ്തു. അപ്പം മയ്യത്തിനടുക്കൽ ഖുർആൻ പാരായണം ചെയ്യാം. ഷാഫി ഇമാമ് അതിന് എതിരല്ല. ഷാഫി ഇമാമ് എതിരാണെന്ന് തോന്നിപ്പിക്കുന്ന കാര്യം മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് ഓതാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലത്തെ മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യാതിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം മയ്യത്തിന് കിട്ടൂല എന്ന് ഷാഫി ഇമാം പറഞ്ഞത്. അല്ലാതെ മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അർഹമുർ റഹീമിനായ തമ്പുരാൻ സത്യം മനസ്സിലാക്കി സത്യം പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ അല്ലാഹു മാറ്റി മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്ന ആ കടം വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. റഹ്മുർ റഹീമിനായ തമ്പുരാൻ എല്ലാവരുടെയും കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.